Okay, so next slide. അപ്പോൾ നമ്മൾ അടുത്ത ഫ്യൂച്ചേഴ്സിലേക്ക് പോകാം. നമുക്ക് ഓരോ ഫ്യൂച്ചേഴ്സ് ആയിട്ട് പറയാം. നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. നമ്മൾ പറഞ്ഞിട്ടുള്ള ആദ്യം ട്രാൻസ്ഫോമറിൻ്റെ ഡെഫിനിഷൻ, ട്രാൻസ്ഫോമർ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള അതേ ഡെഫിനിഷൻ, അതേ കാര്യം തന്നെയാണ്. അതായത് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. വൈ വി കോൾ ഇറ്റ് ആസ് എ സ്റ്റാറ്റിക് ഡിവൈസ്? നമ്മൾ എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമർ സ്റ്റാറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത്? ബിക്കോസ് ട്രാൻസ്ഫോമറിനുള്ള പാർട്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിലുള്ള ആക്റ്റീവ് പാർട്സ്, നമുക്ക് ആക്റ്റീവായിട്ടുള്ള 2 പാർട്സ് ഉണ്ട് ട്രാൻസ്ഫോമറിന്. ഏതൊക്കെയാണ്? കോറും പിന്നെന്താണ്? വൈൻഡിങ്സും അല്ലേ? കോറുണ്ട്, വൈൻഡിങ്സും ഉണ്ട്. സോ ട്രാൻസ്ഫോമറിനുള്ളിൽ കോറും വൈൻഡിങ്സും ഉണ്ട്. ബോത്ത് ആർ സ്റ്റേഷനറി. ഇത് രണ്ടും സ്റ്റേഷനറിയാണ്. ഈ കോറും വൈൻഡിങ്സും സ്റ്റേഷനറിയാണ് അല്ലേ? ഇത് രണ്ടും സ്റ്റേഷനറിയാണ്. സോ കംപ്ലീറ്റ് എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ആക്റ്റീവായിട്ടുള്ള പാർട്സ് രണ്ട് സ്റ്റേഷനറി, അതിൽ മൂവിംഗ് പാർട്സ് ഒന്നും ഇല്ല. സോ ട്രാൻസ്ഫോമർ എന്ന് എന്താണ്? ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. ട്രാൻസ്ഫോമർ ഇസ് എ സ്റ്റാറ്റിക് ഡിവൈസ്. സോ നമുക്ക് പറയാൻ കഴിയുന്നത് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. ട്രാൻസ്ഫോമർ എന്ന സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. വി ക്യാൻ സീ ഇറ്റ് ആസ് എ സ്റ്റേഷനറി പീസ് ഓഫ് എക്യുപ്മെന്റ്. നമുക്ക് ട്രാൻസ്ഫോമറിനെ വിളിക്കാം സ്റ്റേഷനറി പീസ് ഓഫ് എക്യുപ്മെന്റ് എന്ന്. പീസ് ഓഫ് എക്യുപ്മെന്റ്. ഓക്കെ, സ്റ്റേഷനറി പീസ് ഓഫ് എക്യുപ്മെന്റ്. നെക്സ്റ്റ്, കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ്. നമ്മൾ പറയുന്നത് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ്. ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ് ആണ്. നമ്മുടെ പവർ സിസ്റ്റം ഫ്രീക്വൻസി എത്രയാണ്? 50 ഹെർട്സ് ആണ് നമ്മുടെ പവർ സിസ്റ്റം ഫ്രീക്വൻസി അല്ലേ? നമ്മൾ ഒരു സപ്ലൈ ഇൻപുട്ടിൽ പ്രൈമറിയിൽ ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ട്. നമുക്ക് സെക്കൻഡറിയിൽ കിട്ടുന്ന ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജിൻ്റെ AC വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിയും, വോൾട്ടേജ് നമ്മൾ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പ് അപ്പ് ചെയ്യും സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട്, ബട്ട് ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റന്റ്. സോ അതുകൊണ്ട് നമുക്ക് ട്രാൻസ്ഫോമറിന് ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ് എന്ന് പറയാം. ഫസ്റ്റ് ട്രാൻസ്ഫോമർ സ്റ്റാറ്റിക് ഡിവൈസ് ആണ്, കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഡിവൈസ് ആണ്. ദെൻ കോൺസ്റ്റന്റ് പവർ ഡിവൈസ്. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടിൽ എത്ര പവർ കൊടുക്കുന്നുണ്ടോ അത്രയും പവർ തന്നെ ഔട്ട്പുട്ടിൽ വരുന്നുണ്ട്. ഇൻ കേസ് ഇഫ് യു ആർ കൺസിഡറിങ് ഐഡിയൽ ട്രാൻസ്ഫോമർ കൺസിഡർ ആണെങ്കിൽ നമുക്ക് പവർ ലോസസ് ഒന്നും ഉണ്ടാവാറില്ല. നമ്മൾ എത്ര പവർ കൊടുക്കുന്നുണ്ടോ അത്രയും പവർ തന്നെ ഔട്ട്പുട്ടിൽ വരുന്നുണ്ട്. ബട്ട് ഐഡിയൽ അല്ല, നമ്മൾ റിയൽ കേസ് കൺസിഡർ ചെയ്താലും നമുക്ക് ട്രാൻസ്ഫോമറിൽ ലോസസ് വളരെ കുറവായിരിക്കും. സോ നമുക്ക് പവർ എന്താ? ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് നമുക്ക് പറയാം. സോ ട്രാൻസ്ഫോമർ എന്താണ്? ഒരു കോൺസ്റ്റന്റ് പവർ ഡിവൈസ് ആണ് അല്ലേ? ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന മെഷീനാണ് ഇലക്ട്രിക്കൽ മെഷീൻസിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി വരുന്ന മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി കൺവേർഷൻ്റെ കാര്യം പറഞ്ഞു. ഇലക്ട്രോമാഗ്നറ്റിക് എനർജി കൺവേർഷൻ ഡിവൈസ് ആണ് കൺസിഡറിങ് ഇന്റേണൽ ഓപ്പറേഷൻ. ഇന്റേണൽ ഓപ്പറേഷൻ കൺസിഡർ ആണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി കൺവേർഷൻ ഡിവൈസ് ആണ്. കംപ്ലീറ്റ് ട്രാൻസ്ഫോമർ എന്താണ്? ഒരു എനർജി കൺവേർഷൻ ഡിവൈസ് അല്ല, ഫേസ് ഷിഫ്റ്റിംഗ് ഡിവൈസ് ആണ്. നമ്മൾ ഫേസ് ഷിഫ്റ്റിംഗ് പറയുന്നത് എന്താ സംഭവിക്കുക? നമ്മളൊരു AC വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു AC വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ, ഇത് ഇൻപുട്ടിൽ ഒരു AC വോൾട്ടേജ് കൊടുത്താൽ ഔട്ട്പുട്ടിൽ നമുക്കൊരു വോൾട്ടേജ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് ഡൗൺ ചെയ്താൽ അവിടെ ഒരു EMF ഫോം ചെയ്യുന്നുണ്ട്. ഈ EMF എന്ന് പറഞ്ഞാൽ ദിസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും. ഇറ്റ് വിൽ ബി ഓൾവേസ് ഇൻ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഇത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിലായിരിക്കും ഈ പ്രൊഡ്യൂസിൽ ഉണ്ടായ EMF എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. നമ്മളൊരു വോൾട്ടേജ് കൊടുത്തു, അപ്പോൾ പ്രൈമറിയിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലെ? പ്രൈമറിയിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, IAC എന്ന് പറയും. ഇതെന്താണ്? ഇൻഡക്റ്റീവ് സർക്യൂട്ടാണ്. സോ ഹിയർ 90 ഡിഗ്രി ലാഗ് ഉണ്ടാകുന്നുണ്ട് കറണ്ടിന്. കറണ്ട് വോൾട്ടേജായിട്ട് 90 ഡിഗ്രി ലാഗ് ആയിരിക്കും. ആൻഡ് ഈ കറണ്ട് മൂലം കറണ്ടിന് ഇൻഫേസ് ആയിട്ടൊരു ഫ്ലക്സ് ഉണ്ടാവും, ഫൈ. ഓക്കെ, സോ 90 ഡിഗ്രി ഇതേ വോൾട്ടേജുമായിട്ട് ഫ്ലക്സ് എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ഫ്ലക്സ് മൂലം എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് EMF എന്താണ്? ഈ ഫ്ലക്സിന് ഒപ്പോസിങ് നേച്ചറാണ്. സോ ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. സോ 90 + 90 ടോട്ടൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് നമുക്ക് ഇതിൽ ഫേസ് ഷിഫ്റ്റിംഗ് ഡിവൈസ് ഈ ട്രാൻസ്ഫോമർ ഉണ്ടാകുന്നത്. സോ ട്രാൻസ്ഫോമറിനെ ഫേസ് ഷിഫ്റ്റിംഗ് ഡിവൈസ് എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, സിംഗ്ലി എക്സൈറ്റഡ് ഡിവൈസ്. അതായത് ട്രാൻസ്ഫോമർ ഒരു സിംഗ്ലി എക്സൈറ്റഡ് ഡിവൈസ് ആണ്. കാരണം നമ്മളിപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പം എടുത്തു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കാൻ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു പ്രൈമറി വൈൻഡിങ് ഉണ്ട്, സെക്കൻഡറിയിലും വൈൻഡിങ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, ഇപ്പം നമ്മൾ പ്രൈമറിയിൽ മാത്രമാണ് നമ്മളൊരു സപ്ലൈ കൊടുക്കുന്നത് പ്രൈമറിയിൽ മാത്രമാണ്. അത് എക്സൈറ്റേഷൻ കൊടുക്കുന്നത് പ്രൈമറിയിൽ മാത്രമാണ്. നമുക്ക് സെക്കൻഡറിയിൽ ഒരുപാട് കോയിൽസ്, ഒരുപാട് വൈൻഡിങ്സ്, ഒരുപാട് നമ്പർ ഓഫ് വൈൻഡിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നമ്പർ ഓഫ് വൈൻഡിങ്സ് നമുക്ക് സെക്കൻഡറിയിൽ കണക്ട് ചെയ്യാം. ഇപ്പോൾ 1, ഇതാണെങ്കിൽ 2, അങ്ങനെ കുറേ വൈൻഡിങ്സ് ഉണ്ടെങ്കിൽ ഇതിലെല്ലാം നമുക്ക് EMF പ്രൊഡക്ഷൻ നടക്കും ഒറ്റ എക്സൈറ്റേഷൻ മൂലം. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ സിംഗ്ലി എക്സൈറ്റഡ് മെഷീൻ. നമുക്ക് ആകെ ഒരു സപ്ലൈ മാത്രമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സിംഗ്ലി എക്സൈറ്റഡ് മെഷീൻ എന്ന് നമുക്ക് പറയാം. ആൻഡ് ട്രാൻസ്ഫോമർ ഹാസ് ഹയസ്റ്റ് എഫിഷ്യൻസി. ഞാൻ അത് നേരത്തെ പറഞ്ഞു. കോൺസ്റ്റന്റ് പവർ ഡിവൈസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കോൺസ്റ്റന്റ് പവർ ഡിവൈസ് പറഞ്ഞു എന്താണ്? പവർ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. സോ 90% എഫിഷ്യൻസിയേക്കാൾ കൂടുതൽ ഓൾമോസ്റ്റ് 90% എഫിഷ്യൻസി അല്ലെങ്കിൽ അത് അബോവ് 90% എഫിഷ്യൻസി ട്രാൻസ്ഫോമർ ഉണ്ടാവാറുണ്ട്. ദാറ്റ് ഈസ് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് മോർ ദാൻ 90% ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് 95% എഫിഷ്യൻസി ട്രാൻസ്ഫോമർ ഉണ്ടാവാറുണ്ട്. സോ ട്രാൻസ്ഫോമർ ഹാസ് ഹയസ്റ്റ് എഫിഷ്യൻസി അമോങ്സ്റ്റ് ഓൾ മെഷീൻസ്. ഓക്കെ,
എന്താണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അല്ലേ? നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? എന്താണ് ഫാരഡേ പറയുന്നത്? അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, whenever the magnetic flux linked with a coil changes, whenever the magnetic flux linked with a coil or a conductor അല്ലെങ്കിൽ നമുക്ക് പറയാം സർക്യൂട്ട് changes, an EMF is induced in that coil or conductor or the circuit. അതായത് ഒരു കോയിലുമായിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടക്ടറുമായിട്ട് അല്ലെങ്കിൽ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വന്നാൽ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ പറയുന്നത്. ഫാരഡേയുടെ ഫസ്റ്റ് ലോ പറയുന്നത് whenever the magnetic flux linked with a coil changes, an EMF is induced in that coil. Okay, and ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ഇൻഡ്യൂസ്ഡ് EMF, ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് ആണ്. അതായത് EMF ഉണ്ടായി ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് നമ്മൾ എപ്പോഴും പറയുന്നത് d/dt. സോ d/dt ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്. ഓക്കെ, സോ വാട്ട് ഈസ് ഫ്ലക്സ് ലിങ്കേജസ്? ഫ്ലക്സ് ലിങ്കേജസ് നമുക്ക് കാണിച്ചു തരാം. ഞാനൊരു കോയിൽ വരയ്ക്കണം. ഓക്കെ, ലെറ്റ് ബി എ കോയിൽ ആൻഡ് ദിസ് കോയിൽ ഹാവ് n നമ്പർ ഓഫ് ടേൺസ്. ഈ കോയിലിലൂടെ 5 വെബർ ഫ്ലക്സ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ കോയിലിലൂടെ 5 വെബർ പാസ് ചെയ്ത് പോകുന്നുണ്ട്. കോയിലുമായിട്ട് 5 വെബർ ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഫ്ലക്സ് ലിങ്കേജ് ഇസ് ഈക്വൽ ടു n times 5. ഓക്കെ, സോ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് n times 5 ആണ്. ഓക്കെ, then this equation I can write this equation as EMF proportional to d/dt of n5. Okay, so proportionally മാറ്റി ഞാൻ ഈക്വൽ സൈൻ ആയിട്ട് EMF is equal to, ഇവിടെ n കിടക്കുന്നത് ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നത് d/dt of n5 എന്നല്ലേ. n ഒരു കോൺസ്റ്റന്റ് ആണ്, സോ ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട്. n d5/dt. Okay, this is the equation for induced EMF. But ഈ ഇൻഡ്യൂസ്ഡ് EMF ഇക്വേഷൻ പറയുമ്പോഴും ഇതിനകത്ത് നെഗറ്റീവ് സൈൻ കൂടെ വരുന്നുണ്ട്. ഒരു മൈനസ് n d5/dt ആണ് EMFൻ്റെ യഥാർത്ഥ ഇക്വേഷൻ. വൈ ദിസ് നെഗറ്റീവ് സൈൻ കംസ്? ഈ നെഗറ്റീവ് സൈൻ പറയുന്നത് ലെൻസസ് ലോ വെച്ചിട്ടാണ്. എന്താണ് ലെൻസസ് ലോ പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യുന്ന EMF. ഇപ്പം ഞാൻ ഫാരഡേ ഇങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സിന് ഒരു കോയിലുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ല ഇല്ലേ? ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായ ഇൻഡ്യൂസ്ഡ് EMF always opposes the cause. അതായത് ഇങ്ങനെ ഉണ്ടായ EMF ഇതിൻ്റെ യഥാർത്ഥ ആ EMF പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കോസ് എന്താണോ ആ കോസിനെ ഒപ്പോസ് ചെയ്യും. അങ്ങനെ ഓപ്പോസിറ്റ് നേച്ചറിലായതുകൊണ്ടാണ് എപ്പോഴും ഈ ഉണ്ടായ EMF എപ്പോഴും ഓപ്പോസിറ്റ് നേച്ചർ ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് നെഗറ്റീവ് സൈൻ വരുന്നത്. സോ EMF is equal to -n d5/dt ആണ് EMFൻ്റെ ഇൻഡ്യൂസ് ചെയ്ത EMFൻ്റെ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പം ഞാൻ ഫസ്റ്റ് ലോയും പറഞ്ഞു, സെക്കൻഡ് ലോ പറഞ്ഞു. ഫസ്റ്റ് ലോ എന്താണ്? whenever the magnetic flux linked with a coil or a conductor changes, an EMF is induced in the coil or a conductor. That is the first law. And magnitude of this induced EMF is proportional to the rate of change of flux linkages. The second law, and that equation that EMF is equal to -n d5/dt, and this negative sign is given by Lenz's law. പറയുന്നത് induced EMF always opposes the cause. Okay, so next. ഇനി ഞാൻ രണ്ട് കേസസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഫസ്റ്റ് കേസ്. ഈ ഫസ്റ്റ് കേസിൽ ഇവിടെ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് B ആണ്. ഓക്കെ, സോ ഈ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനാണ്. ഇവിടെ ഒരു കണ്ടക്ടർ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കണ്ടക്ടറിനെ ഞാൻ മൂവ് ചെയ്യുകയാണ്. ലെറ്റ് ബി ഞാൻ ആ കണ്ടക്ടറിനെ ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു.
അപ്പം അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടക്ടർ ഈ ഒരു ഡയറക്ഷനിലേക്ക് മാറി കണ്ടക്ടറിന്റെ പൊസിഷൻ. സോ വെൻ ഐ മൂവിങ് ദിസ് കണ്ടക്ടർ, ഞാൻ ഈ കണ്ടക്ടറിനെ ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല, ഫ്ലക്സ് കട്ടിങ്ങിന് ചേഞ്ച് ഉണ്ടാവും. അതായത് ഈ കേസിൽ നമ്മൾ ഫ്ലക്സ് ലിങ്കിങ് എന്ന് പറയത്തില്ല, ഫ്ലക്സ് ലിങ്കേജ് എന്നല്ല പറയുന്നത്, ഫ്ലക്സ് കട്ടിങ് എന്നാണ് പറയുന്നത്. മോഷനിലായിരിക്കുന്ന സമയത്ത് മൂവ് ചെയ്തുകൊണ്ട് ഫ്ലക്സിന് വേരിയേഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ പറയും ഫ്ലക്സ് കട്ടിങ് എന്ന് പറയും. ഓക്കെ, സോ ഹിയർ നമുക്ക് ഫ്ലക്സ് കട്ടിങ് ഉണ്ടാവുന്നുണ്ട്. സോ ഫ്ലക്സ് കട്ടിങ് ഉണ്ടായാൽ, ഫ്ലക്സിന് ചേഞ്ച് വന്നാൽ, ഫ്ലക്സിന് ഏതെങ്കിലും ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേഷനറി ആയിരിക്കുന്ന സമയത്ത് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത്, നമ്മൾ കട്ടിങ് എന്ന് പറയുന്നത് മോഷണൽ ഡൈനാമിക്കലായിരിക്കുന്ന സമയത്ത് ഫ്ലക്സ് കട്ടിങ് എന്ന് പറയും. സോ ഇവിടെ ഫ്ലക്സ് കട്ടിങ് ചേഞ്ച് വന്നാൽ, അങ്ങനെ ഫ്ലക്സ് കട്ടിങ് മൂലം ചേഞ്ച് വന്നതുകൊണ്ട് ഇതിനുള്ളിൽ എന്തുണ്ടാവും, ഈ കണ്ടക്ടറിൽ എന്തുണ്ടാവും, ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവുന്ന EMF മോഷൻ മൂലമാണ് ഉണ്ടായത് അല്ലേ. ബിക്കോസ് ഓഫ് ദ മോഷൻ, ഇവിടെ മോഷനിലൂടെയാണ് നമുക്ക് ഉണ്ടായത്. മോഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് മോഷൻ, റൈറ്റ്. റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കണ്ടക്ടറിന്റെ റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു മാഗ്നറ്റിക് ഫീൽഡ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കണ്ടക്ടറിന് ഇവിടെ സ്റ്റേഷനറി ആക്കി എടുക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ നമുക്ക് ചേഞ്ച് ചെയ്യിക്കാം. മാഗ്നറ്റിക് ഫീൽഡിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മൂവ് ചെയ്യിക്കാം. അപ്പം അങ്ങനെ മൂവ് ചെയ്താലോ, കണ്ടക്ടറും മാഗ്നറ്റിക് ഫീൽഡിനും ഇടയ്ക്ക് റിലേറ്റീവ് മോഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സ്പേസ് വേരിയേഷൻ എന്ന് പറയും. ഇറ്റ് മീൻസ് റിലേറ്റീവ് സ്പേസ് വേരിയേഷൻ, സ്പേസിൽ ഒരു വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം ഇതിനുള്ളിൽ ഒരു EMF ഉണ്ടാവും. ആ EMFനെ നമ്മൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഇതാണ് നമ്മൾ DC മെഷീൻസ്, DC ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് അല്ലേ. DC ജനറേറ്റർ നമ്മൾ അവിടെ മോഷൻ വഴിയാണ് നമുക്ക് ഈ പറയുന്ന മോഷനിലൂടെയാണ് നമുക്ക് EMFന്റെ ജനറേഷൻ നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എന്തുകൊണ്ടാണ് മോഷൻ മൂലമാണ്, ദാറ്റ് മീൻസ് റിലേറ്റീവ് സ്പേസ് വേരിയേഷൻ മൂലമാണ് അവിടെ ഉണ്ടായത്. നെക്സ്റ്റ് കേസ്, ഞാൻ ഇവിടെ ഒരു ആ കോയിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന് മുകളിൽ, ഒരു കോറിന് മുകളിൽ വൗണ്ട് ചെയ്ത് വെച്ചിരിക്കുക. ആൻഡ് ഐ എം ഗിവിങ് ഒരു AC സപ്ലൈ കൊടുത്തു. സോ ഒരു AC സപ്ലൈ കൊടുത്തു. അപ്പോൾ ഒരു AC കറണ്ട് ഫ്ലോ ചെയ്യും. ബിക്കോസ് ഓഫ് ദാറ്റ് ഇതിനുള്ളിലൊരു മാഗ്നറ്റിക് ഫ്ലക്സ് സെറ്റപ്പ് ചെയ്യും. ദാറ്റ് ഫ്ലക്സ് ഈസ് ഫൈ. ആൻഡ് ഈ ഫൈ എന്തായിരിക്കും, ഇവിടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയതുകൊണ്ട് ഈ ഫൈ ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആയതുകൊണ്ട് ഇതിനുള്ളിൽ ഒരു EMF ഉണ്ടാവും അല്ലേ. ഇനി ഞാൻ വേറൊരു കോയിലും കൂടെ വെച്ചു. ഇഫ് ഐ എം കീപ്പിംഗ് വൺ മോർ കോയിൽ, ഒരു കോയിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇതിനുള്ളിലും EMF ഉണ്ടാവും. സോ ഇതിലൂടെയുള്ള കറണ്ട് മൂലം സെയിം കോയിലിൽ EMF ഉണ്ടാവും, ഇപ്പുറത്തും EMF ഉണ്ടായി. ബട്ട് ഇവിടെ EMF ഉണ്ടായത് ഇവിടെ മോഷൻ മൂലമല്ല ഉണ്ടായത്. ഇവിടെ ഉണ്ടായത് എന്തുകൊണ്ടാണ്, ഇവിടെ ഫ്ലക്സിന്റെ ചേഞ്ച് മൂലം അല്ലേ. ഫ്ലക്സ് ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഓൾട്ടർനേറ്റിംഗ് ആയതുകൊണ്ടാണ് ഇവിടെ EMF പ്രൊഡക്ഷൻ നടന്നത്. അതായത് ഓൾട്ടർനേറ്റിംഗ് മീൻസ് വാട്ട്, ടൈം വേരിയിങ് ആണ് അല്ലേ, ടൈം വേരിയിങ് ആണ്. സോ ഒരു റിലേറ്റീവ് ടൈം വേരിയിങ് ഫ്ലക്സ് ഉള്ളത് കൊണ്ടാണ് ഇവിടെ നമുക്ക് EMF ഉണ്ടായത്, അവിടെ മോഷൻ മൂലമല്ല. സോ അതിന് നമുക്ക് മോഷൻ അല്ലാത്തതുകൊണ്ട് സ്റ്റേഷനറി ആയിട്ടിരുന്നുകൊണ്ട് നമ്മൾ പറയും സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയും. വാട്ട് ഈസ് ദാറ്റ്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. സോ ഫാരഡേയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് നമ്മൾ ഫാരഡേ പറഞ്ഞത് whenever there is a magnetic flux linked with a coil or conductor ചേഞ്ചസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ചേഞ്ചസ് എങ്ങനെയൊക്കെ ഉണ്ടാവാം, റിലേറ്റീവ് സ്പേസ് വേരിയേഷൻ മൂലം ഉണ്ടാവാം, അല്ലെങ്കിൽ റിലേറ്റീവ് ടൈം വേരിയേഷൻ മൂലം ഉണ്ടാവാം. ഓക്കെ, സോ നമുക്ക് ഈ പറഞ്ഞ ഫാരഡേയുടെ ഇതേ ലോ തന്നെ നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറഞ്ഞാൽ ആ ലോയെ നമുക്ക് ഇങ്ങനെ പറയാം. whenever there is a relative space or time variation, whenever there is a relative space or time variation between magnetic field and set of conductors, an EMF will induce in the conductor. An EMF will be induced in that conductors. ഇതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ.